നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വിനീഷ്യസ് ജൂനിയറിൻ്റെ മിന്നും പ്രകടനമാണ് റയൽ മാഡ്രിഡ് RB സാൽസ്ബർഗിനെതിരെ വിജയിച്ചേറുമ്പോൾ നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ വിനി ഷോ. യെസ്, ഒരു കിടിലൻ ഗോൾ. കൂടാതെ ഫെഡെ വാൽവെർദെക്ക് കൊടുത്ത ആ ഒരു ചീക്കി ബാക്ക് ഹീൽ അസിസ്റ്റ്, അതിനെക്കുറിച്ച് ഇപ്പോൾ ഗൂട്ടീരസിൻ്റെ അസിസ്റ്റിനോട് പലരും കമ്പയർ ചെയ്യുന്നുണ്ട്. വിനിയോട് തന്നെ അതിനെക്കുറിച്ച് പലരും പറയുന്നുണ്ട്, ഗ്യൂട്ടിയെ പോലുള്ളൊരു അസിസ്റ്റ് എന്ന്. എന്തായാലും മികച്ച പ്രകടനം അദ്ദേഹം നടത്തുമ്പോൾ ആരാധകർ വളരെ ഹാപ്പിയാണ്. ചില വിമർശകരെങ്കിലും ഇങ്ങനെ തല ഉയർത്തി തുടങ്ങിയിരുന്നു, വിനിയുടെ വെടി തീർന്നോ? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇന്നലെ കണ്ടൊരു കമൻറ്റാണ്, ഈ വിനിയുടെ വെടി തീർന്നോ? വല്ലാത്ത ചോദ്യമാണേ. കാരണം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ, ഈ മാസം തന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് വേണ്ടി ആഞ്ചലോട്ടിയുടെ കീഴിൽ മികച്ച പ്രകടനം നടത്തി ഗോളൊക്കെ അടിച്ച് വരികയാണ്. ഇപ്പോൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ 2 കളിയേ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഗോളും അസിസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും വിനിയെ അങ്ങ് എഴുതി തള്ളാൻ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് വിനി ഷോ തന്നെയായിരുന്നു നടന്നത്. ഇപ്പോൾ ഈ കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒന്ന് നോക്കുക. 1 ഗോളും 1 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക. അതോടൊപ്പം തന്നെ ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 2 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 5 ലോങ് പാസുകൾ കൊടുത്തതിൽ 4 എണ്ണവും ആക്യുറേറ്റ് ആയിരുന്നു. 6 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, അതിൽ 3 എണ്ണം സക്സസ്ഫുള്ളായി. 9 ഡ്യുവൽസ്, അതിൽ 4 എണ്ണം അദ്ദേഹം വിജയിച്ചു. 8.2 അദ്ദേഹത്തിന് sofascore.com കൊടുത്തിരുന്ന റേറ്റിംഗ്. കഴിഞ്ഞില്ല, ഫിഫ തന്നെ ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുത്തതും വിനിയെയാണ്. അപ്പോൾ വിനി എന്ന പ്രതിഭയെ എഴുതി തള്ളാൻ നിൽക്കണ്ട. അങ്ങനെ ആരെങ്കിലും തുനിയുന്നുണ്ടെങ്കിൽ അത് അധികകാലം നിൽക്കില്ല. വിനി തന്നെ അത് വളരെ പെട്ടെന്ന് തിരുത്തി നിങ്ങളുടെ മുന്നിൽ അങ്ങ് കൊണ്ടുവച്ച് തന്നു തരും. വീഡിയോസ് എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.